സ്വാഗതം ശ്രീ മേജർ രവി മോർണിംഗ് വൈബ്സിലേക്ക്. സത്യപ്രതിജ്ഞാ ദിനമാണ്. വളരെ ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇന്ന് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്ന ആ നിമിഷങ്ങൾക്കായി. അപ്പോൾ എന്താണ് പ്രതീക്ഷ? മോദി 3.0 എങ്ങനെ കാണണം മേജർ രവി? നമസ്കാരം. എങ്ങനെ കാണണമെന്നുള്ള എൻ്റെ ചിരിയിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ സന്തോഷം എങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് ഞാൻ ഈ മോദി 3 എന്നുള്ള തരംഗത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്കിനി കൃത്യമായിട്ട് നമുക്കൊരു അവലോകനം നടത്താം. ഈ നാട്ടിലുള്ള എല്ലാ പാർട്ടിക്കാരും, കുറച്ച് ചില്ലറ പാർട്ടിക്കാർ, വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്ത കുറച്ച് പാർട്ടിക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ ഗോട്ടാലയിലും കള്ളത്തരത്തിലും എല്ലാവിധത്തിലുള്ള ബാഡ് നെയിംസ് ഉണ്ടായിരുന്ന എല്ലാ പാർട്ടിക്കാരും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വ്യക്തിനെ, ഇത് എല്ലാ പാർട്ടിക്കാരെന്നുള്ളത് മാത്രം ഞാൻ പറയില്ല, കാരണം ഇൻ്റർനാഷണൽ മീഡിയ അടക്കം എതിർത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് മോദിജി. അല്ലാതെ അവർ BJP അല്ല എതിർത്തിരിക്കുന്നത്. ഈ മോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു അങ്കലാപ്പായിരുന്നു നമ്മൾ ഈ ഇലക്ഷനിൽ കണ്ടത്. ഇവിടെ കേരളത്തിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ സുരേഷ് ഗോപി തോൽക്കുക എന്നുള്ളതായിരുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും. മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതിപ്പോൾ ഗോവിന്ദ മാഷ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പോലും തമാശ പോലെ പറയുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളത്. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? സുരേഷ് ഗോപി 3ാം സ്ഥാനം, സുരേഷ് ഗോപി BJP നിലം തൊടില്ല, BJP ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJP എന്ന് പറയുന്നതല്ല, ഇത് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ മുകളിലാണ് കഴിഞ്ഞ 10 വർഷം ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഓക്കെ, ചില സമയത്ത് ധാർഷ്ട്യം കാണിച്ചു, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നവർക്ക് ധാർഷ്ട്യമില്ലേ? ധാർഷ്ട്യം കാണിക്കുന്നത് തെറ്റാണ്. അത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കോ ഇന്നത്തെ ഇപ്രാവശ്യത്തെ റിസൾട്ട് വന്ന സമയത്ത് ചെറുതായിട്ടുള്ളൊരു പാളിച്ചകളല്ല, അത് പാളിച്ചയായിട്ടല്ല ഞാൻ കാണുന്നത്. കാരണം അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പാഠമാണത്. നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും ശരി, നമ്മൾ നമ്മുടെ നില വിട്ടിട്ട് കളിക്കരുത്, അത് ആരാണെങ്കിലും ശരി. അപ്പം ആ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാലും ഇന്നിപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ നരേന്ദ്രമോദി സർക്കാർ 303 ആണ് ഇന്നലത്തെ രാത്രിത്തെ ഒരു ലോക്സഭയിലത്തെ അംഗത്വ സംഖ്യ എന്ന് പറയുന്നത്. ഈ 303-ൽ നിന്നും ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ആരാണ്? 2 ഘടകകക്ഷി എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു ആൻഡ് നിതീഷ്. ഈ 2 പേരിൽ ഏറ്റവും അധികം പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നിരുന്നത് നിതീഷിൻ്റെ ആയിരുന്നു. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ ഗവൺമെൻറ് ഭരിക്കും അടുത്ത 5 വർഷം എന്നുള്ളതിന് ഉറപ്പുണ്ട്. പ്ലസ് ചന്ദ്രബാബു നായിഡു എടുത്തിരിക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അത് വൈസായിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ്റെ ഡിസിഷനാണത്. കാരണം ഇവർ 2 പേരും അപ്പുറത്ത് ഇന്ത്യ മുന്നണിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് ചിലപ്പം പ്രൈം മിനിസ്റ്റർഷിപ്പ് അല്ല, വൈസ് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റ് പ്രധാനമന്ത്രിയായിട്ടോ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിട്ടോ അതൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അവർക്കറിയാം ഇതൊരു 3 മാസത്തിൽ കൂടുതൽ ആ ഘടകകക്ഷികൾ എല്ലാം കൂടെ ചേർന്നിട്ട് അടിച്ചു പിരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ വിടും. ആൻഡ് രാജ്യത്തിനെ പിന്നെയും ഒരു ഇലക്ഷനിലോട്ട് ലീഡ് ചെയ്യുമെന്നുള്ളത് നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ്ജിയും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരിക്കലും അവരിതിനെ വിട്ടിട്ട് പോകാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളുമില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഡിമാൻഡ് ചെയ്തൊന്നും അത്ര കർക്കശമായിട്ട് BJP എഗ്രി ചെയ്തിട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കും അറിയാം, എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ശരി, ഇവിടെ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് വേണമെങ്കിൽ ഇന്ന് നിൽക്കുന്ന ഈ BJPയുടെ അണ്ടറിൽ, നരേന്ദ്രമോദിജിയുടെ അണ്ടറിൽ തന്നെ നിന്നുകൊണ്ട് മാത്രമേയാണ് രാജ്യത്തിന് നല്ലത്. അത് ഞാൻ കോൺഗ്രസ്സുകാരോടും പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ആരാണെങ്കിലും പറയാം. നിങ്ങളുടെ ഈ ഘടകകക്ഷികൾ പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഇതുപോലുള്ള കൂട്ടുസംഘടനകൾ ഒരിക്കലും 5 വർഷം തികയ്ക്കാറില്ല. അതും 28 പാർട്ടികൾ ചേർന്നിരിക്കുന്നത് എല്ലാറ്റിലും അഗ്രഗണ്യന്മാരായിട്ടുള്ള ഷ്രൂഡായിട്ടുള്ള പൊളിറ്റീഷ്യൻ നേതാക്കന്മാരാണ് ഇരിക്കുന്നത്. അവിടെ നിൽക്കുന്ന മമതാ ബാനർജിന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ലാലു പ്രസാദ് യാദവ്, അതുപോലെ തന്നെ അഖിലേഷ് യാദവ്, ഈ ഒരു കംപ്ലീറ്റ് ഫാമിലീസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ദേ ആർ ഷ്രൂഡ്. അപ്പം ഓരോരുത്തരും പവർ ഗ്രീഡഡ് ആണ്. അത് സോണിയാഗാന്ധി ഒരു സൈഡിൽ രാഹുൽജീനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാൻ നോക്കും. എല്ലാവർക്കും ഉണ്ട് സ്വാർത്ഥ താല്പര്യം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആരാണ്? നമുക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ നല്ല എന്താണെന്നറിയോ?
നിങ്ങൾ പരമാവധി എല്ലാം ശ്രമിച്ചു. കുറേ ഇൻ്റർനാഷണൽ മീഡിയാസും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇത്രയും പാർട്ടിക്കാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നരേന്ദ്രമോദിജി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. അതെല്ലാം ഫെയിലായി. അദ്ദേഹം ഇന്ന് ഈവനിങ് 6 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് പ്രധാനമന്ത്രിയായിട്ട്. ഇനി നിങ്ങൾ എന്താ വേണ്ടതെന്നറിയോ? സഹിക്കുക. 5 വർഷം നിങ്ങൾ സഹിച്ചേ പറ്റൂ. ഇതൊക്കെ ഒരു യോഗമാണത്. അപ്പം ഇങ്ങനെ ഇത് സഹിക്കാതെ നിങ്ങൾ എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലും അവസാനം അനുഭവിക്കാൻ പോകുന്ന ആരാണ്? ജനങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ just sit as an opposition and do it for the good for the democracy.